ഹലോ, എന്തുട്ടാണ് പരിപാടി? പാൽക്കട്ടി പൊരിക്കാന്ന് കേട്ടിട്ടുണ്ടാ? അതാണ് നമ്മളിപ്പോ ഇവിടെ ചെയ്യാൻ പോണത്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള നമുക്ക് പാലാണ്. ഞങ്ങളിവിടെ എടുത്തിട്ടുള്ള മിൽമയുടെ പാക്കറ്റ് പാലാണ്. ഒരു പാക്കറ്റ് പാൽ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നമ്മുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ഇടുക. എന്നിട്ട് പഞ്ചസാരയും പാലും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പാൽ തിളച്ച് വരുന്നേക്കാട്ടി മുന്നേ അതിലേക്ക് കോൺഫ്ലവർ ഇട്ട് കൊടുക്കണം. ഞങ്ങളിവിടെ 3/4 കപ്പ് കോൺഫ്ലവർ എടുത്തിട്ടുള്ളത്. പാലും കോൺഫ്ലവറിന്റെ പൊടിയും കട്ടല്ലാണ്ട് ഇളക്കി കൊടുക്കണം. കുറച്ച് പാലില് കോൺഫ്ലവർ കലക്കിയിട്ട് വെച്ച് കൊടുക്കണ കൂടുതൽ നല്ലത് കേട്ടാ. അതാവുമ്പോ കട്ട പിടിക്കണ പ്രശ്നം വരില്ല. ഇങ്ങനെ ഇടുമ്പോ വേഗം ഇളക്കിയില്ലെങ്കിൽ കട്ട പിടിക്കാൻ സാധ്യത കൂടുതലാ. പാലും കോൺഫ്ലവറും കൂടിയിട്ടുള്ള മിക്സ് കൈ എടുക്കാണ്ട് ഇളക്കി കൊടുക്കണം. ഇത് നല്ല സ്മൂത്ത് ആയിട്ട് കുറുകി വന്നിട്ടുണ്ട്. കട്ടകളൊക്കെ ഉടഞ്ഞ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പൊ ഇത് കാണുമ്പോ തന്നെ ക്രീമി പോലെ ഉണ്ട്. ഇത് നമുക്കൊരു പാത്രത്തേക്ക് മാറ്റാം. ഒരു പാത്രത്തേക്ക് അത് നന്നായിട്ട് ഒഴിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മുറിച്ചെടുക്കാനുള്ളത്. അത് നന്നായിട്ട് തണുത്താലും നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഒന്ന് തണുക്കാൻ വേണ്ടിട്ട് നമുക്ക് വെക്കാം. ഇപ്പൊ ചൂടൊക്കെ മാറി മുറിച്ചെടുക്കാൻ പാകത്തിന് സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ കാണുമ്പോഴും തൊടുമ്പോഴും ഒക്കെ ശരിക്കും പാൽക്കട്ടി പോലെ ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കണം. ചെറിയ പീസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. കയ്യിൽ പിടിച്ചോക്കും നല്ല ജെല്ലി പോലെ തോന്നുന്നത്. ഇനി ഇത് പൊരിച്ചെടുക്കാൻ വേണ്ടിട്ട് ആദ്യം കോഴിമുട്ട എടുക്കണം. പിന്നെ റൊട്ടിപ്പൊടിയാണ് വേണ്ടത്. കോഴിമുട്ട നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. നമ്മൾ ഈ കട്ട്ലേറ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോ പൊരിക്കണ പോലെ തന്നെയാണ്. എണ്ണ അടുപ്പത്ത് ചൂടാവാൻ വെച്ചിട്ട് മുറിച്ച് വെച്ചിട്ടുള്ള പാൽക്കട്ടി മുട്ടയിലേക്ക് മുക്കണം. എന്നിട്ട് അതിനെ റൊട്ടിപ്പൊടിയായിട്ട് നന്നായിട്ട് പൊതിയണം. കോഴിമുട്ടയിൽ മുക്കിയ കാരണം റൊട്ടിപ്പൊടി ഇതിൽ നന്നായിട്ട് പിടിച്ചോളും. 4 സൈഡ് നന്നായിട്ട് പിടിക്കണ വരെ ഒന്ന് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കണം. ഇത് ഇനി ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം. അങ്ങനെ ഒരു 4-5 എണ്ണം മൊരിയാൻ വേണ്ടിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 4 സൈഡ് നന്നായിട്ട് മൊരിച്ചിട്ട് നമുക്ക് ഒരു പാത്രത്തേക്ക് മാറ്റാം. അപ്പൊ നമ്മുടെ പാൽക്കട്ടി പൊരിച്ചത് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. പാലിന് ഇഷ്ടമില്ലാത്തവർക്കൊന്നും ഇത് അത്ര താല്പര്യമാവില്ല കേട്ടാ. എന്നാലും പാൽക്കട്ടി നല്ല ടേസ്റ്റ് ഉണ്ട്. പുറത്ത് നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും ആണ്. ഇതൊരു 4 മണി പലഹാരമായിട്ട് ഉണ്ടാക്കാം. പിന്നെ ഗസ്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നല്ല സ്പെഷ്യൽ ഐറ്റം ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാം. അപ്പൊ ഞാനൊരു പീസ് എടുത്ത് കഴിക്കുന്നുണ്ട്. അപ്പൊ എന്റെ ഈ പാൽക്കട്ടി റെസിപ്പി എല്ലാവർക്കും ഇഷ്ടം ചെയ്തിരിക്കണു. ഇഷ്ടമായി കഴിഞ്ഞാല് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടാ. പിന്നെ എന്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടമായാല് ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും മറക്കരുത്. അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടാ. കൂടാതെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.